ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിനക്കും തോന്നി തുടങ്ങിയോ ഈ മാധവൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന്? ഞാൻ നിനക്ക് തന്ന വീടെന്ന സ്വപ്നം ഇനി ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന്. ഇതെന്ത് മറിമായ അപ്പച്ചി! നന്ദനെ പുറത്താക്കാൻ ഓരോരോ ആയുധങ്ങൾ മൂർച്ച കൂട്ടി എറിയുമ്പോ അവൾ അതൊക്കെ പുഷ്പം പോലെ തട്ടിത്തെറിപ്പിച്ച് തലയെടുപ്പോടെ വിലസുന്നു. ജഗന്റെ കൈകൊണ്ട് കഴുത്തിലൊരു താലി വീണതേ ഉള്ളൂ. അവളുടെ ജാതകദോഷവും പോയി, പാചകദോഷവും പോയി. അതാടി ഞാനും ആലോചിക്കുന്നേ. അവളുണ്ടാക്കി വെച്ച കറികൾ വായി വെച്ച് കഴിക്കാൻ പറ്റാത്ത രീതിയിലാക്കിയില്ലേ നമ്മള്. കഴിച്ചിട്ട് അവന്റെ അതിഥികൾ ഛർദിച്ചും വയറിളകിയും ഈ വീട് മുഴുവൻ നാറ്റിക്കുമെന്നല്ലേ നമ്മൾ കണക്ക് കൂട്ടിയത്. എന്നിട്ടോ അവരതൊക്കെ പഞ്ചാമൃതം പോലെ വെട്ടി വിഴുങ്ങിയില്ലേ? മാത്രോ വലിയ സ്റ്റാർ ഹോട്ടലില് ഷെഫാകാനുള്ള യോഗ്യതയൊക്കെ കൽപ്പിച്ചു കൊടുത്തില്ലേ ആ വൃത്തിട്ടോമാര്? പിന്നെ 5 സ്റ്റാറിലെ ഷെഫ് പണി പോയിട്ട് തട്ടുകടയിലെ എച്ചിപ്പാത്രം കഴുകുന്ന പണി പോലും ഞാൻ അവളെ കൊണ്ട് ചെയ്യിക്കില്ല. തകർത്തിരിക്കും. നീ സമാധാനപ്പെടുമോളെ? എനിക്കൊരു സമാധാനവും ഇല്ല അപ്പച്ചി. കാൽ കാശിന് ചെലവില്ലാതെ ബെല്ലും ബ്രേക്കും ഇല്ലാതെ കേറി വന്നവൾ അവള്. അവൾ ഇന്ന് ഈ വീട്ടിലെ പുന്നാര മരുമോളം. കോടികൾ എണ്ണിക്കൊടുത്ത് വലതുകാലം വെച്ച് കേറിയവള് വെറും കുപ്പത്തൊട്ടിക്ക് തുല്യം. ഞാനിതൊക്കെ എങ്ങനെ സഹിക്കും അപ്പച്ചി? കരയാതെ മോളെ. കരുണാകരന്റെ മനസ്സിൽ കൂടുതൽ കയറി പറ്റുന്നതിന് മുമ്പ് അവളെ പുറത്താക്കിയില്ലെങ്കിൽ എന്റെ പേര് ആനന്ദവല്ലി എന്നല്ല. അപ്പച്ചി 18 അടവും പഠിച്ചവൾ അടിയ ആനന്ദവല്ലി. പെട്ടെന്ന് അടിച്ചമർത്തുന്നത് ബുദ്ധിയല്ല, വിലസട്ടെ. എന്റെ ചുവട്ടടിയിലെ മണ്ണ് നീങ്ങി മാറുന്നതിന് മുമ്പ് ഞാൻ അവളെ മണ്ണിനടിയിലാക്കിയിരിക്കും. ഉറപ്പ്. പക്ഷേ നീ എനിക്കൊപ്പം നിൽക്കണം. ഉറപ്പ്. അപ്പച്ചിക്ക് ഇക്കാര്യത്തിൽ എന്നെ വിശ്വസിക്കാം. മാധവിട്ട പോയിട്ട് എന്തായി? ഭഗവതി കാത്തൂന്ന് പറഞ്ഞാ മതി. ഒരു കമ്പനിയില് സെക്യൂരിറ്റി ആയിട്ട് ജോലി കിട്ടി. എന്താ ചന്ദ്രു? ഈ സെക്യൂരിറ്റി പണി എന്നൊക്കെ പറഞ്ഞ കാവൽക്കാരന്റെ ജോലി. ഒരാഴ്ച പകൽ ഡ്യൂട്ടി ആണെങ്കിൽ പിന്നെ ഒരാഴ്ച രാത്രി ഡ്യൂട്ടി. അങ്ങനെ മാറിയും തിരിഞ്ഞും വരും. എന്താ ഒരു വല്ലായ്മ? ഈ പ്രായത്തിൽ വെയിലും മഞ്ഞും ഒക്കെ സഹിച്ചുള്ള പണി മാധവേട്ടന് പറ്റുന്നതാണോ? പറ്റണമല്ലോ. അസാധ്യമായിട്ടൊന്നുമില്ല എന്നല്ലേ? നല്ല വിൽ പവർ ഉണ്ടായാൽ മതി, കാര്യങ്ങളൊക്കെ നടക്കും. എന്താ ചന്ദ്രു നിന്റെ മുഖത്തൊരു വിഷമം? ഒരു ജോലി കിട്ടിയതിന് സന്തോഷിക്കുകയല്ലേ വേണ്ടത്? മാധവേട്ടൻ ഗുളികയൊക്കെ കഴിക്കുന്ന ആളല്ലേ? അങ്ങനെ ഒരാളെ രാത്രികാലത്ത് ഒറ്റയ്ക്ക് സെക്യൂരിറ്റി പണിക്ക് വിട്ടിട്ട് ഞാൻ എങ്ങനെ സമാധാനായിട്ട്? ചന്ദ്രു, എന്തിനാ സങ്കടപ്പെടുന്നത്? എന്നും നൈറ്റ് ഡ്യൂട്ടി ഒന്നുമില്ലല്ലോ. ഇങ്ങോട്ട് നോക്ക്.
ഇതിലും വലിയ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് വന്നവരാ നമ്മള്. മാധവേട്ട, അതല്ല. ഏതല്ലാന്ന്? ഏതിനെയും ഈ മാധവൻ മറികടക്കും. ദേ, ഈ ചന്ദ്രു കൂടെ ഉണ്ടെങ്കിൽ. ആ, പക്ഷെ ഈ കണ്ണീര് കണ്ട ഞാൻ തളർന്നു പോകും. മാധവേട്ട, നമുക്ക് അമ്മയും കൂട്ടി വല്ല വൃദ്ധസാധനത്തിലും മറ്റോ പോയാലോ? നമുക്ക് 3 പേർക്കും അവിടെ സന്തോഷായിട്ട് പരസ്പരം കണ്ടു കഴിയാലോ? നിനക്കും തോന്നി തുടങ്ങിയോ ഈ മാധവൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന്? ഞാൻ നിനക്ക് തന്ന വീടെന്ന സ്വപ്നം ഇനി ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന്, മാധവന് വാക്ക് പാലിക്കാൻ കഴിയില്ലെന്ന്. എന്നാലേ നമ്മൾ എവിടെയും പോകുന്നില്ല. എന്താ പോരെ? നമ്മുടെ സ്വപ്ന ഭവനം നമ്മൾ പണി കഴിപ്പിക്കും. അവിടെ നമ്മൾ താമസിക്കുകയും ചെയ്യും, കൂട്ടുകുടുംബമായിട്ട്. കുട്ടികളും പേരക്കുട്ടികളും എല്ലാവരുമായിട്ട് സന്തോഷത്തോടെ. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? മാനത്തെ കൊട്ടാ